നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,722 ഒരു പോസിറ്റീവ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് പോസിറ്റീവ് ആണോ, വരും ദിവസങ്ങളിൽ ഒരു ട്രെൻഡ് നിലനിൽക്കുമോ, അതോ നെഗറ്റീവ് തന്നെയാണോ, നമുക്ക് പരിശോധിക്കാം. ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ ഇന്ന് സംഭവിച്ച് നമുക്ക് നോക്കാം. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ. അതിനുശേഷം നമുക്ക് ലോങ് ടൈം വ്യൂ നമുക്ക് നോക്കാവുന്നതാണ്. ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലെ നിഫ്റ്റിനെ കുറിച്ച് സൂചിപ്പിച്ചത് ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. കാരണം കൃത്യമായിട്ട് നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓരോ സെക്ഷനിലും പ്ലാൻ നൽകുന്നുണ്ട്. അതിനനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്താലാണ് നമുക്കൊരു പ്രോഫിറ്റായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസം തന്നിരിക്കുന്ന ഒരു ലെവലാണിത്. നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്, നിഫ്റ്റിയുടെ ഓപ്പണിംഗ് 24,600 മുകളിലാണെങ്കിൽ നിഫ്റ്റിക്ക് ഒരു ബൗൺസിനാണ് സാധ്യത. അതായത് അടുത്തൊരു റെസിസ്റ്റൻസ് വരെ 620 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് 24,670 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. 650, 670. അപ്പോൾ നിഫ്റ്റി വന്നിരിക്കുന്ന ഒരു ഹൈ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും 24,669, 95. 690-95 ഹൈ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിഫ്റ്റിയിൽ വളരെ കൃത്യമായിട്ട് റെസിസ്റ്റൻസിൻ്റെ അടുത്തുനിന്ന് ഒരു ഫാള്, നല്ലൊരു ഫാള് മാർക്കറ്റിൽ വന്നിരുന്നു. എക്സാക്റ്റ് ആയിട്ട് 24,650 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഫാളിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മാർക്കറ്റിൽ എക്സാക്റ്റ് ആയിട്ട് കിട്ടി. അതിനുശേഷമായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് ഇവിടെയാണ് സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിനെ കുറിച്ചായാലും നമ്മൾ ഓരോ ദിവസത്തെ ഒരു അപ്ഡേറ്റിൽ അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ട രീതികൾ എക്സാക്റ്റ് ആയിട്ട് പറയുന്നതാണ്. 24,600 മുകളിലേക്കാണ് ഓപ്പണിംഗ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ നിഫ്റ്റിയിൽ പിന്നീട് സപ്പോർട്ടായിട്ട് നിലനിർത്തി വീണ്ടും ബൗൺസ് ചെയ്തു. റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും മാർക്കറ്റിൽ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും ഇവിടുന്ന് ആ ഒരു ബൈ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയുടെ താഴത്തേക്ക് നിഫ്റ്റിക്ക് നിലനിർത്താനായിട്ട് സാധിച്ചിരുന്നില്ല. അതിനുശേഷമായാലും നിഫ്റ്റി 670 മുകളിലേക്ക് ക്ലോസ് ചെയ്തു. അപ്പം അതിനുശേഷമായാലും മൊമെൻറ്റം ഒരു സൈഡ് വേസ് മൊമെൻ്റ് ആയിരുന്നു, പക്ഷെ അത് എക്സാക്റ്റ് ആയിട്ടൊരു ബൈയുടെ മൊമെൻറ്റത്തിലാണ് നിലനിർത്തിയിരുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റിനെ കുറിച്ചായാലും നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, എപ്പോഴും മാർക്കറ്റിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ അനുസരിച്ച് മാനേജ് ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള ഒന്നോ രണ്ടോ മൂവ്മെൻറ്റ്, അതിനുശേഷം ചിലപ്പോൾ ചില മൂവ്മെൻറ്റുകൾ വർക്ക് ചെയ്യും, ചില മൂവ്മെൻറ്റ് വർക്ക് ചെയ്യാതിരിക്കും. കാരണം മാർക്കറ്റിൻ്റെ ഒരു വലിയൊരു ഒന്ന് രണ്ട് മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് സമയം ഒരു സൈഡ് വേസ് മൊമെൻറ്റത്തിലാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒന്നോ രണ്ടോ മൊമെൻറ്റം അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പ്രത്യേകിച്ച് ഡെറിവേറ്റീവ് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ്, മുൻ വീഡിയോസിലൊക്കെ നമ്മളത് സൂചിപ്പിക്കുന്നതാണ്. പിന്നെ നമുക്ക് മാർക്കറ്റ് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ട്രെൻഡ് അറിയണം. അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അത് ട്രേഡ് ചെയ്യേണ്ടത്. പക്ഷേ അത് റിസ്ക് ആണ്. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് മാർക്കറ്റിൽ മാനേജ് ചെയ്യുന്ന റിസ്ക് ആണ്. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 24,670 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ബൈലാണ്. ഇന്നത്തെ സിറ്റുവേഷനിൽ സംഭവിച്ചത് 670 മുകളിലും അടുത്ത റെസിസ്റ്റൻസിൻ്റെ മുകളിലും ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോവർ ലെവലിലേക്ക് വരുമ്പോൾ ഫാളിന് സ്ട്രെങ്ത് കിട്ടില്ല. അതാണ് ഇന്നത്തെ മാർക്കറ്റിൽ അത് സംഭവിച്ചത്. അതാണ് ആ ഒരു ബൈയുടെ മൊമെൻറ്റത്തിൽ നിലനിർത്തിയിരുന്നത്. അപ്പോൾ ഇപ്പോഴും ആ ഒരു ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും പറയാറുള്ളതാണ്, എപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ്. അത് മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് ഓൾമോസ്റ്റ് സമയത്തും നല്ല സപ്പോർട്ടോ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് സമയത്തും ട്രെൻഡ് ഡിസൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ലോങ് ടൈം വ്യൂവിൽ നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ലോങ് ടൈം വ്യൂവിൽ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. താൽക്കാലികമായിട്ടുള്ളൊരു ബൗൺസ് മാർക്കറ്റിൽ നടത്തിയെങ്കിലും നിഫ്റ്റി സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് താഴത്തേക്ക് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലായാലും നമുക്ക് ഇനി മെയിനായിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു ലെവലിലാണ് വരാൻ പോകുന്നത്. 25,000 തൊട്ട് താഴെയായിരിക്കും മെയിനായിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ വരുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 24,800 ഈ ഒരു ലെവൽ വരും. 24,800, 24,950 ഇതിൻ്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു ബൗൺസിന് ഒരു സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു ബൗൺസ് ചെയ്യാൻ ഒരു ബൈയുടെ ഒരു മൊമെൻറ്റത്തിന് സാധ്യതയുണ്ട്. പക്ഷേ ഇതാണ് സെല്ലേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് ഈ രണ്ട് റേഞ്ചാണ്. 24,800, 24,950. ഇതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് വരുന്നത്. 24,950.
950 മുകളിലേക്ക് ക്ലോസ് ചെയ്താൽ നിഫ്റ്റിയുടെ ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യത. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് നെഗറ്റീവിലാണ്. അതുകൊണ്ട് തന്നെ സെൽ ഓൺ പ്രൈസ് സ്ട്രാറ്റജിയാണ്. പക്ഷേ നമുക്ക് ഇൻട്രാഡേയിൽ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി നമുക്കത് അവിടെ വർക്ക് ചെയ്യില്ല. കറണ്ട് ഒരു സിറ്റുവേഷൻ 24,800 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ നിഫ്റ്റിയുടെ അടുത്തൊരു ടാർഗറ്റ് കാണുന്നത് 24,300 അടുത്തേക്കാണ്. നിഫ്റ്റിയിലെ ഒരു ടാർഗറ്റ് കാണുന്നത് 300 അടുത്താണ്. ഈ ഒരു ലെവലാണ് നിഫ്റ്റിയിൽ ഇനി അടുത്തൊരു ടാർഗറ്റ്. 300 അടുത്ത് കുറച്ചൊരു സ്ട്രോങ് സപ്പോർട്ട് ഈ ഒരു ലെവലാണ് കാണുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ബൗൺസ് നടത്തുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം സക്സസ് ആയിട്ട് നിലനിൽക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഒരു താഴെ നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ടാർഗറ്റ് ലെവൽ ഈ ഒരു ലെവലിൻ്റെ അടുത്താണ് നിഫ്റ്റി കാണുന്നത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിലായാലും സൂചിപ്പിച്ചായിരുന്നു, അതൊരു സഡൻ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് അല്ല മാർക്കറ്റിൽ ഇപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഈ ഒരു ഫാൾ വരുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, അത് ക്വിക്കായിട്ടുള്ള ഒരു ഫാളല്ല. ഫാൾ വന്നതിന് ശേഷം ഒന്ന് ബൗൺസ് ചെയ്യും, വീണ്ടും പുതിയ ലോ ക്രിയേറ്റ് ചെയ്യും, അതേപോലെ വീണ്ടും ഒന്ന് ബൗൺസ് ചെയ്തിരിക്കുകയാണ്. വരും ദിവസങ്ങളായാലും മാനേജ് ചെയ്യാനുള്ള നമുക്കൊരു ഇൻട്രാഡയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഇൻട്രാഡ സപ്പോർട്ട് റെസിസ്റ്റൻസ്, എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത് പറയുന്നൊരു പ്ലാൻ എക്സാക്റ്റ്ലി ഒന്ന് ശ്രദ്ധിക്കുക. അതനുസരിച്ച് മാനേജ് ചെയ്താലാണ് നമുക്ക് കൃത്യമായിട്ടൊരു പ്രോഫിറ്റിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നു. അവസാനത്തെ ഒരു സെക്ഷനിൽ മാർക്കറ്റിൽ സംഭവിച്ചു നോക്കാം. അവസാനത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു ഹയർ ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ ലെവലാണ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവല് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ബയേഴ്സ് ഈ ഒരു ഏരിയയിൽ നിന്ന് കയറിയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഷോർട്ട് സെല്ലേഴ്സ് ഈ ഏരിയയിൽ നിന്ന് എൻ്റർ ആയിട്ടുണ്ടായിരിക്കും. ഈ ഏരിയയിൽ നിന്ന് ഓപ്പണിങ്ങിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ബൗൺസ് കിട്ടിക്കഴിഞ്ഞാൽ, റെസിസ്റ്റൻസിൽ ഒരു മുകളിലേക്ക് ബൗൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രെൻഡിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നിഫ്റ്റിയിൽ നിലനിൽക്കാം. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ ഈ ഏരിയയിൽ നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് കഴിഞ്ഞ ദിവസത്തെ ഒരു റെസിസ്റ്റൻസ് ലെവൽ തന്നെ എടുക്കാം. നിഫ്റ്റിയിൽ 24,730 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് ക്യാൻഡിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലെവൽ ഓപ്പൺ ചെയ്തു, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു, ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം ഓപ്പണിംഗ് ക്യാൻഡിൽ താഴത്തേക്ക് ഒരു ക്ലോസ് ചെയ്താൽ നമുക്ക് ഷോർട്ട്സ് തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുക്കാം. നമുക്ക് ഈ ഒരു ലെവൽ സ്റ്റോപ്പ് ലൂസ് പ്ലേസ് ചെയ്തുകൊണ്ട്, സ്റ്റോപ്പ് ലൂസ് എപ്പോഴും 24,755 അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ തന്നെ ആയിരിക്കണം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു ലെവൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 24,730 ഹോൾഡ് ചെയ്തുകൊണ്ട് 24,755 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇത് തന്നെയാണ് പ്ലേസ് ചെയ്യേണ്ടത് 24,730 താഴെ നിന്ന് കഴിഞ്ഞാൽ. എപ്പോഴും നാളത്തെ ഒരു ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, 24,730 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് വീക്ക്നെസ് ആയിരിക്കും, പ്രോഫിറ്റ് ബുക്കിന് ഒരു ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു മുകളിൽ നിലനിൽക്കുമ്പോൾ ഈ റെസിസ്റ്റൻസ് ഏരിയ മുകളിൽ നിലനിൽക്കുമ്പോൾ മാർക്കറ്റ് ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ പറയാം. 24,775 ഇവിടെ ഒരു 25 പോയിന്റ് ഡിഫറൻസ് ആണ് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. കാരണം ഈ ഒരു ഏരിയ അങ്ങനെയാണ്. നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ് 800 എന്ന് പറയുന്ന ഒരു ഏരിയ. ഇൻ കേസ് 800 മുകളിൽ പോയാലും 800 താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ വീക്ക്നെസ് എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യണം. കാരണം ഈ ഏരിയയിൽ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളായാലും 24,800 മുകളിൽ ക്ലോസ് ചെയ്താൽ കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടും. നെക്സ്റ്റ് ഡേയിൽ ഇൻട്രാഡ ചെയ്യാൻ കുറച്ച് സ്ട്രെങ്ത് കിട്ടും. പക്ഷേ നാളത്തേക്ക് ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വരാൻ പോകുന്നൊരു ദിവസങ്ങളിൽ ഇതേ രീതിയിൽ മാനേജ് ചെയ്യണം. ഇൻകേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയതിനു ശേഷം ഓരോ സപ്പോർട്ടുകൾ തിരിച്ച് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റി 24,730 താഴെ ഒരു ഓപ്പണിംഗ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ, കാരണം ഈ ഒരു ലെവലിൽ ബയേഴ്സ് ഹോൾഡ് ചെയ്ത നിലയിലേക്കാണ് ക്വിക്കായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ വരും. അടുത്തൊരു സപ്പോർട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യും. അടുത്ത സപ്പോർട്ട് കുറച്ച് താഴെയാണ്, നല്ല സപ്പോർട്ട് കുറച്ച് താഴെയാണ് കാണുന്നത്. 24,650 സപ്പോർട്ട് കഴിയുന്നത്. 650 താഴെ സസ്റ്റെയിൻ ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 650 ഹോൾഡ് ചെയ്തുകൊണ്ട് 24,665 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 24,620 സപ്പോർട്ടാണ്, മൈനർ സപ്പോർട്ടാണ്. ബൈർ ഓപ്പർച്യൂണിറ്റി ഇവിടെ അല്ല യൂട്ടിലൈസ് ചെയ്യേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് കയറണം. 24,650 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ലെവല് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഈ ഒരു ലെവല് പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത. അപ്പം അതിനുശേഷം ലോവർ ലെവൽ, ഇനി അടുത്തൊരു ലെവൽ വരുന്നത് 24,535, 24,520 എന്ന് പറയുന്ന റേഞ്ച്.
24,520 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 535 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സെയിം ലെവലാണ് 24,465, 445 എന്ന് പറയുന്ന ലെവല്. അതിനുശേഷം 24,345, 300 അടുത്ത് എത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ് 24,300, 24,345. ഇതൊക്കെ സ്ട്രോങ് സപ്പോർട്ട് ആയിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യും. നിഫ്റ്റിയിൽ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളായാലും നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. മാർക്കറ്റിൽ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യോ, റെസിസ്റ്റൻസിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരുമോ എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിലായാലും മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് അപ്ഡേറ്റ് ചെയ്യുന്നത്. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ വീണ്ടും കാണാം. താങ്ക്